ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 10 പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഷെയർ ഇട്ടിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം തന്നെ ഈ 10 പീസിൻ്റെ നെക്ക് മുതലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാറ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നെക്ക് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഓരോ ടോപ്പിൻ്റെയും ഫ്രണ്ട് പീസ് എടുത്തിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ ചീത്തവശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നെക്ക് പീസാണ് കേട്ടോ അത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പീസിൻ്റെ ടോപ്പിൻ്റെ ചീത്തവശം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ നെക്കിൻ്റെ നല്ല പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നെക്ക് ഒന്ന് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബീഡ്സ് ഒന്ന് കുത്തി കൊടുക്കണം. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒരുപാട് ബീഡ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇതുപോലെ 10 അല്ലെങ്കിൽ 5 പീസ് എടുത്ത് ഇതുപോലെ നെക്ക് സെറ്റാക്കിയിട്ടൊക്കെ ബീഡ്സൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഇത് ഓരോന്നെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. വെറുതെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ബീഡ്സ് കുത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല തരത്തിൽ തന്നെ ബീഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ 10 പീസിലും ഇതുപോലെ നെക്ക് സെറ്റാക്കി വെച്ചിട്ട് ഒരു 3-4 ഭാഗത്ത് ബീഡ്സ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഡ്സ് ഇതുപോലെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 രൂപയ്ക്കാണെങ്കിലും ഇപ്പോൾ കുറഞ്ഞത് ഒരു 5 രൂപയ്ക്കാണെങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥത നമ്മൾ പാലിക്കണം കേട്ടോ. നമ്മൾ കടം തളിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് 10 രൂപയിലേ കിട്ടുന്നത് ഇതിന് എന്തിനാണ് ഇത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് അത് ചെയ്താലാണ് കേട്ടോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി കടം തളിക്കുന്നത് പോലെ വൃത്തിയില്ലാണ്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കാരണം നമുക്ക് അതൊരു മനസ്സിലൊരു കുത്തലായിട്ട് ഉണ്ടാകും കേട്ടോ. കാരണം നമ്മൾ ഈ അധ്വാനിക്കുന്നതിനുള്ള ക്യാഷാണ് വാങ്ങിക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കത് തരുമ്പോൾ നമ്മൾ അതിനോട് ആത്മാർത്ഥത കാട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം മനസ്സ് ഇരുത്തി ഒന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തിനോടും ഇല്ലെങ്കിൽ ആ ഒരു ഏണിങ്സുമാണ് നമുക്ക് ദേഹത്ത് തട്ടുള്ളൂ എന്ന് പറയില്ല, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതാ നെക്കൊക്കെ ബീഡ്സൊക്കെ കുത്തി കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് പീസുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോവുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക ചെയ്യരുത്. കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ബാലൻസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഓരോ കട്ട് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേ സെയിം മോഡലിൽ നമ്മളൊരു ഗ്രീൻ കളർ ടോപ്പും വിത്ത് ഷോള് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കയറി കാണുക. അപ്പോൾ ഞാനിതാ ഈ 10 പീസിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ നെക്ക് പീസിനെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി ബാലൻസ് പീസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ നമ്മൾ അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഈ നെക്കിൻ്റെ മുകളിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി 3 സൈഡും ഉണ്ടല്ലോ, അതായത് ഈ 2 സൈഡും അതുപോലെ താഴ്വശവും അതിൻ്റെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ബാലൻസ് പീസ് ഉണ്ടാവും. അതുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അരികിലൂടെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 10 പീസിൻ്റെ നെക്ക് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും തുടർന്നും ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് വന്ന ശേഷമാണ് നമ്മുടെ ചാനൽ ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോ ആയി തുടങ്ങുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക. വീഡിയോ കഴിയുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടും, അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഇതൊരു പ്രചോദനം കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ളും സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റിച്ചിങ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഓർഡർ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുകയാണ്. നമ്മുടെ എത്ര നമുക്ക് ബൾക്കായിട്ട് മെറ്റീരിയൽ കിട്ടിയാലും പെട്ടെന്ന് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ പീസിൻ്റെ ഇതുപോലെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക.
അതിനുശേഷം സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ബാക്ക് പീസിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ ലേബൽ കൂടി XXL വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിൻ്റെ താഴ്വശത്തും നമ്മൾ ബോർഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്ത്, അതായത് ടോപ്പിൻ്റെ താഴ്വശത്തും നമുക്ക് ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ എല്ലാം ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ നമ്മൾ ബോർഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള പണി ഈ ടോപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 10 പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ 10 പീസും നമുക്ക് നല്ല വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മടക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാലക്കാടുള്ളവർക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടി പറ്റും എന്നുള്ളതും, അതുപോലെ പാലക്കാട് അല്ലാത്ത ജില്ലകളിലുള്ളവർക്ക് അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പുകളിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആരൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് പോലെ എന്ത് ജോബാണെങ്കിലും നമ്മൾ ഹലാലായ വരുമാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒന്ന് നമ്മൾ ഇറങ്ങുക തന്നെ വേണം കേട്ടോ. വീട്ടിലിരുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഇതൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പുകളിൽ അന്വേഷിച്ച് ഇറങ്ങിയാൽ മാത്രമാണ് അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പാലക്കാടുള്ള ഏതൊരു സ്ഥലത്തുള്ളവർക്കും ഇവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കമൻറ്റിലൊക്കെ. അതിൽ വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഓർഡേഴ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സംഘടന നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. കുറഞ്ഞത് ഒരു 5 പേരെങ്കിലും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിക്ക് ഏത് ഭാഗത്താണെങ്കിലും അവർ ഓർഡേഴ്സ് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ ടോപ്പുകളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മടക്കിയും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ടോട്ടൽ 32 പീസും ഉണ്ട് കേട്ടോ. എല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്തിയിട്ട് വേണം കേട്ടോ കെട്ട്, അതായത് ഒരു കെട്ട് കെട്ടി കൊടുക്കണം. എങ്കിലാണ് അത് ഇളകി പോകാതെ, ഇല്ലെങ്കിൽ ഒന്നും മിസ്സായി പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ വന്ന സെറ്റായിട്ടുള്ള ഷോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയിലും നീളത്തിലുള്ള ഷോളാണ് കേട്ടോ. നല്ല നീളമുണ്ട്. നമ്മുടെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം തലയിൽ ഇട്ടാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അതുപോലെ നല്ല ഒതുക്കത്തിൽ തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ നീളം കണക്കാക്കിയിട്ട് നമ്മൾ 1 ഇഞ്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീതിൻ്റെ ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ലേസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഷോളിൻ്റെ ചീത്തവശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ബോർഡിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഷോളിൻ്റെ നല്ല വശത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല നീളത്തിലും വീതിയിലും വരുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ. ഒരു പിങ്ക് കളറിലാണ് ഈ ഒരു ടോപ്പും വിത്ത് ഷോള് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് സെറ്റായിട്ട് പാൻറ്റും ഉണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് സെറ്റായിട്ട് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാൻറ്റും കൂടി സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോഴും, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താ പറയുക വാങ്ങാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു റേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നത് പോലെ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് 32 പീസാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതായത് ചിലതിൽ നമുക്ക് ബോർഡുകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് ഒന്നിൽ കമ്മിയായിരിക്കും, ഇല്ലെങ്കിൽ സ്ലീവ്സ് കമ്മിയായിരിക്കും, ഇല്ലെങ്കിൽ ബോർഡ് എന്തെങ്കിലും മിസ്സിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പീസൊക്കെ ചിലപ്പോൾ ബാലൻസ് വരാറുണ്ട്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കമ്മിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ കയ്യിൽ വെക്കാനുള്ള ലേസ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നെക്കിൽ വെക്കാനുള്ള ഒരു പീസ് കമ്മിയായിട്ട് കാണാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴായിട്ടും അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് അവർക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് അവർ പറയുന്ന തരത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവർ പറയുന്നത് പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാ ഷോളുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്ന് മാത്രം എടുത്തിട്ട് ഇപ്പോൾ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പുകളാണ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതാ ഫുള്ളും ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് നമ്മൾ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതൊക്കെ ബുധനാഴ്ചയായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതൊക്കെ വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ, ഇന്ന് നമുക്ക് ബദരീങ്ങളുടെ ആണ്ടാണ് അല്ലേ. അപ്പോൾ നോമ്പ് മാഷാ അല്ലാ ഇന്നേക്ക് 17 ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് നമ്മുടെ നോമ്പൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയാണെങ്കിൽ ഭയങ്കര ചൂടാണ് അല്ലേ. നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് നോമ്പൊക്കെ ആയിട്ട് തന്നെ. അതുപോലെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കാൻ പോലും വയ്യ അല്ലേ. അതിൽ കൂടുതലും നമ്മൾ പാലക്കാടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നോമ്പ് അത്യാവശ്യം നല്ലൊരു ക്ഷീണവും അതുപോലെ തളർച്ചയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ പടച്ചോനെ വിചാരിച്ചിട്ട് നല്ല തഖ്വ കൊടുക്കാനെ തന്നെ നമുക്ക് എല്ലാ നോമ്പും നല്ല രീതിക്ക് നിർവഹിക്കാൻ വേണ്ടി പറ്റട്ടെ കേട്ടോ. അതിനുള്ള ആരോഗ്യം ആഫിയത്തും നമുക്ക് ഉണ്ടാവട്ടെ, ദീർഘായുസ്സും ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിൽ പുതുതായിട്ട് നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.